ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ ജുജുത്സു കൈസൻ 0 എന്ന് പറയുന്ന ഒരു മൂവിയാണ്. മൂവിയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാവും. അപ്പോട്ട് സമയങ്ങളത് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്കൂളാണ്. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ ഒക്കറ്റ്സു എന്ന് പറഞ്ഞ് കുറച്ചു പേർ ഒരു പയ്യനെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേണ്ട, എന്റെ അടുത്തോട്ട് വരരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. റീക്ക, വേണ്ട. വർഷം 2016 ടോക്കിയോയിലെ ഒരു ഹൈസ്കൂളിൽ സഹപാഠിയെ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 വിദ്യാർത്ഥികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നോട് ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക എന്നാ പയ്യൻ പറയുന്ന സമയത്താണ് അവന്റെ തൊട്ടടുത്തുള്ള ഒരു ഷെൽഫിൽ നിന്നും ബ്ലഡ് ഒലിച്ചു വരുന്നത് നമ്മൾ കാണുന്നത്. ആ 4 സ്റ്റുഡൻസിനെയും അതിനകത്ത് കൊന്നിട്ടിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേഴ്സുകൾക്ക് അകത്തോട്ടോ പുറത്തോട്ടോ പോകാൻ സാധിക്കാത്ത ഒരു റൂമാണ്. അവിടെയാണ് ആ പയ്യനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഹേയ്, നീ എന്ത് കണ്ടിട്ടാ അവനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അവൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം എല്ലാവർക്കും ആപത്താണ്. 3 സെക്കൻഡ് റാങ്ക് സോസറർ, ഒരു ഫസ്റ്റ് റാങ്ക് സോസറർ, അവരെ 4 പേരെയും കീഴ്പ്പെടുത്തിയ ഒരാളാണ് ആയിരിക്കുന്നത്. അവനെ അങ്ങനെ വെറുതെ അങ്ങ് കൊന്നു കളയാൻ പറ്റുമോ? അവന്റെ ആ ടാലന്റ് ഇല്ലാതാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യില്ല. അവന് ഞാൻ ട്രെയിനിങ് കൊടുത്തോളാം. യൂട്ട ഒക്കറ്റ്സു ഇന്നു മുതൽ എന്റെ ഒരു സ്റ്റുഡന്റ് ആണ് എന്നവൻ പറയുന്നു. ഇത് കേട്ട് എൽഡേഴ്സിനൊന്നും എതിർത്ത് പറയാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് പറയുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. അങ്ങനെ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് യൂട്ടയുടെ അടുത്തോട്ട് പോകുവാണ് ഗോജോ. ഡാ, ഈ കത്തി എങ്ങനെയായത്? അത് പിന്നെ ഞാൻ എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതാ, പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. ശരി, അത് വിട്ടേക്ക്. ഇനി എന്താ നിന്റെ പ്ലാൻ? എനിക്ക് പ്ലാൻ ഒന്നുമില്ല. ഞാൻ പുറത്തോട്ട് പോയാ എല്ലാവർക്കും ആപത്താണ്. ഞാൻ ഇവിടെ ഇരുന്നോളാം, മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഡേയ്, നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. നീ ഒന്ന് മറിച്ച് ചിന്തിച്ചു നോക്കിയേ. നിനക്ക് കിട്ടിയ ഈ കഴിവ് നീ നല്ലതിന് ഉപയോഗിക്കുക. മറ്റുള്ളവരെ ഇത് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം. നീ ജുജുത്സു ടെക്കിലോട്ട് വാ എന്ന് ഗോജോ അവനോട് പറയുന്നു. സോ താൻ കാരണം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് വിചാരിച്ച ഒക്കറ്റ്സു പിറ്റേ ദിവസം ഗോജോയുടെ കൂടെ ജുജുത്സു ടെക്കിലോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അന്നത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഹീനുമാക്കി, മാക്കി, പാണ്ഡെയോ ഒക്കെയാണ്. ഗോജോ ഫസ്റ്റ് ഇയറിലോട്ട് പുതിയൊരു സ്റ്റുഡന്റിനെ കൂടെ കൊണ്ടുവന്നതറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിച്ച് അവർ ക്ലാസ്സിലോട്ട് പോകുന്നു. നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൂടെ ചേർന്നിരുന്ന് പഠിക്കാൻ പുതിയൊരു സ്റ്റുഡന്റ് കൂടെ വന്നിരിക്കുകയാണ്. സോ അവനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, യൂട്ട ഒക്കറ്റ്സു. ഇത് കേട്ട് ഒക്കറ്റ്സു പേടിച്ചിട്ടാണെങ്കിലും ക്ലാസ്സിനകത്തോട്ട് കയറുന്നു. പെട്ടെന്നാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കേഴ്സ് അവന്റെ അകത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അതുവരെ മേപ്പോട്ട് നോക്കിയിരുന്ന അവർ 3 പേരും പെട്ടെന്ന് അലേർട്ട് ആകുന്നു. നീ കേഴ്സിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അധികകാലം നിന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കേഴ്സോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പോഴാണ് ഗോജോ ആ കാര്യം പറയുന്നത്. ഓ സോറി, നിന്നോട് ആ കാര്യം പറയാൻ ഞാൻ മറന്നു. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് പേരെ കാണാതാവാൻ തുടങ്ങി. അതിൽ പലരെയും മരിച്ചതായി കണ്ടെത്തി. പിന്നീടാണ് മനസ്സിലായത് അവരെ പലരെയും കൊന്നത് കേഴ്സുകളാണെന്ന്. ഈ മനുഷ്യരുടെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഒരു എനർജിയാണ് കേഴ്സ്. അങ്ങനെയുള്ള കേഴ്സുകളെ ഇല്ലാതാക്കാൻ ഒരു കേഴ്സ്ഡ് യൂസറിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സോ ഞങ്ങളൊക്കെ ഒരു കേഴ്സ്ഡ് യൂസറാണ്. നിന്നെയും ഒരു കേഴ്സ്ഡ് യൂസർ ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഗോജോ അവനോട് പറയുന്നു. ഇത് കേട്ട് ഒക്കറ്റ്സുനൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവനോട് ഇപ്പോഴാണോ പറയുന്നതെന്ന് പറഞ്ഞ് മാക്കിയും പാണ്ഡെയും ഒക്കെ ഗോജോയെ നോക്കുന്നു. സോറി ഗൈസ്, ഞാൻ പറയാൻ മറന്നതാ. വേറൊരു കാര്യം കൂടിയുണ്ട്, അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഗോജോ പറഞ്ഞതും റീക്ക പുറത്തോട്ട് വരുന്നു. ഹേ റീക്ക, വേണ്ട, അവരെ ഒന്നും ചെയ്യല്ലേ. അപ്പോഴാണ് ഒക്കറ്റ്സുവിന്റെ അടുത്തുള്ള റീക്ക ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആണെന്ന് എഴുതി കാണിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് 6 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റീക്കയെയും ഒക്കറ്റ്സുനെയുമാണ്. യൂട്ട, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ റീക്ക അവനൊരു പെട്ടി കൊടുക്കുന്നു. ഹേയ്, ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് അത് തുറന്നു നോക്കുന്ന അവൻ കാണുന്നത് ഒരു റിംഗ് ആണ്. ഇതൊരു എൻഗേജ്മെന്റ് റിംഗ് ആണ്. വലുതായി കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കല്യാണം കഴിക്കുമെന്നുള്ള ഒരു പ്രോമിസ് ആണിത് എന്ന് റീക്ക അവനോട് പറയുന്നു. എന്നാ അന്ന് വൈകുന്നേരം ഉണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ റീക്ക മരിച്ചു പോകുന്നു. റീക്ക, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല. നമുക്ക് കല്യാണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് റീക്ക അവന്റെ കാല് പിടിക്കുന്നു. സോ അന്ന് മുതൽ റീക്കയുടെ സ്നേഹം ഇവന്റെ ഉള്ളിൽ ഒരു കേഴ്സായി മാറി ഇവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. സോ ഇവന്റെ അടുത്ത് കളിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഗോജ് അവരോട് പറയുന്നു. പക്ഷെ ഇതിനോടകം അവർക്ക് 3 പേർക്കും നല്ലോണം കിട്ടിയിരുന്നു. ഇതിലും നല്ലത് ചത്തിട്ട് പറയുന്നതായിരുന്നു. ഹേ യൂട്ട, നിന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കരുതി നീ ടെൻഷൻ ആകണ്ട. ഇവർ 3 പേരും പാവങ്ങളാ. ഇത് മാക്കി സെനിൻ ഒരു കേഴ്സ് ടൂൾ യൂസർ ആണ്.
കേഴ്സിംഗ് ചെയ്യപ്പെട്ടവർക്ക് നേരെ സ്പെഷ്യൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു കില്ലാടി. ഇവൻ ഹീനുമാക്കി ടോഗെ ഒരു കേഴ്സ് സ്പീച്ച് യൂസർ ആണ്. ഇവൻ റൈസ് ബോൾ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഇവനാണ് പാണ്ട. ഇവൻ ഒരു പാണ്ടയാണ്. അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്, ഇപ്പൊ ഗ്രേഡ് 1 നമുക്ക് 4 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 3 മനുഷ്യരും ഒരു ആനിമലും. ശരി, ഇനി നിങ്ങൾ 2 ടീമായിട്ട് മാറാൻ പോവാണ്. പാണ്ട, ഹീനുമാക്കി, മാക്കി, യൂട്ട. ഓ, പുതുതായി വരുന്ന ഏണിയൊക്കെ എന്റെ തലയിലാണല്ലോ ദൈവമേ എന്ന് മാക്കിയും ചിന്തിക്കുന്നു. ഹേയ് യൂട്ട, നിന്നെ കാണുമ്പോ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആവുന്നടാ. ഒരുപക്ഷെ നിന്റെ കൂടെ ആ കേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കണം നീ നോർമൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളല്ലേ പേടിക്കേണ്ടത്. നിന്നെ റീക്ക പ്രൊട്ടക്ട് ചെയ്യും, ഞങ്ങളെ അവൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നീ ഞങ്ങളെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളാ നിന്നെ കണ്ട് പേടിക്കേണ്ടത്. ഹേയ് മാക്കി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞു പാണ്ട അവളോട് ടെൻഷൻ ആവുന്നു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞു മാക്കി അവിടെ നിന്നും പോകുന്നു. ഹേയ്, അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അവളൊരു പാവാ എന്ന് പാണ്ട അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേഴ്സ് ഉള്ള ഒരു സ്കൂളിലോട്ട് അവരെ 2 പേരെയും കൊണ്ടുവരുന്ന ഗോജോനെയാണ്. ആ കേഴ്സ് 2 കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗോജോ അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹേയ്, കേഴ്സ് എന്താ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുവാണോ? മനുഷ്യരുടെ നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലുണ്ടാകുന്ന സ്ഥലമാണ് സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽസ്. സോ അവിടെയായിരിക്കും കൂടുതൽ കേഴ്സുകൾ കാണപ്പെടുന്നത് എന്ന് മാക്കി അവനോട് പറയുന്നു. ശരി, നിങ്ങൾ ആ കേഴ്സിനെ ഇല്ലാതാക്കിയാൽ ഈ ബാരിയർ ഓട്ടോമാറ്റിക്കലി കാണാതാകും. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഗോജോ അവിടെ നിന്നും പോകുന്നു. ഗോജോ പോകുന്നത് കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുവാണ് യൂട്ട. ഹേയ്, നീ തയ്യാറല്ലേ എന്ന് മാക്കി ചോദിക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന യൂട്ട കാണുന്നത് 3 കേഴ്സുകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഹേയ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നവൻ ചോദിച്ചതും തന്റെ വെപ്പൺ ഉപയോഗിച്ച് ആ 3 ഇല്ലാതാക്കുവാണ് മാക്കി. മനുഷ്യരെ പോലെ വീക്കായിട്ടുള്ളവരെ മാത്രമേ ഈ കേഴ്സ് അറ്റാക്ക് ചെയ്യൂ, അത് മനസ്സിലാക്കിക്കോ. ഇത് കണ്ട് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹേയ്, നീ എന്താ നോക്കി നിൽക്കുന്നേ, വാ പോകാം എന്ന് പറഞ്ഞു മാക്കി അവനെ അകത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ചെറിയ ചെറിയ കേഴ്സുകളെ കണ്ട് പേടിച്ച് നിൽക്കുവാണ് യൂട്ട. ഞാൻ വിചാരിക്കുന്നത് പോലെ ഇവൻ അത്രയും കേഴ്സിംഗ് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. കൺമുൻപിലുണ്ടായിട്ടും ഒരു കേഴ്സുകളും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഇവനെ കണ്ട് പേടിച്ചിട്ടായിരിക്കൂ. ഹേയ്, നിന്റെ ഗ്രേഡ് എത്രയാ? ഗ്രേഡോ? അതെന്തോന്ന്? സോസറേഴ്സിന്റെ റാങ്ക് എത്രയാണെന്ന് ഗ്രേഡ്സ് വെച്ചാണ് അളക്കുന്നത്. 1 മുതൽ 4 വരെയാണ് ഗ്രേഡ്സ് ഉള്ളത്. അതിൽ നിന്റെ എത്രയാണെന്നാണ് ചോദിച്ചത്. ഞാനിപ്പോഴല്ലേ ജുജുത്സു ഹൈയിലോട്ട് വന്നത്, എനിക്ക് ഗ്രേഡ് തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ഓ, നിനക്കൊരു സ്റ്റുഡന്റ് ഐഡി തന്നില്ലേ, അതെവിടെ എന്ന് പറഞ്ഞു മാക്കി അവന്റെ സ്റ്റുഡന്റ് ഐഡി മേടിക്കുന്നു. മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കാരണം നമ്പർ 4 ആയിരിക്കുമോ എന്ന് പറഞ്ഞ് അവൾ ഐഡിയിലോട്ട് നോക്കുന്നു. സ്പെഷ്യൽ ഗ്രേഡോ എന്ന് വെച്ചാ ഗ്രേഡ് 1 മേളിലാണോ? ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സെനിൻ, നിന്റെ പുറകിലോട്ട് നോക്ക് എന്ന യൂട്ടോ പറയുന്ന സമയത്താണ് ഒരു വലിയ കേഴ്സ് അങ്ങോട്ട് വരുന്നത്. ആ സ്കൂൾ അങ്ങ് പൊളിച്ച് അത് മുകളിലോട്ട് വരുന്നു. നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വലുതാണ് എന്ന് പറഞ്ഞു മാക്കി അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വെപ്പൺ അങ്ങ് തെറിച്ചു പോകുന്നു. അവർ 2 പേരും അതിനകത്തോട്ട് വീഴുന്നു. അതിന്റെ പല്ല് കാരണം മാക്കിയുടെ കാലിന് പരിക്ക് പറ്റുന്നു. ഓ ഡാം ഇറ്റ്, എന്റെ കേഴ്സ് ടൂൾ എന്റെ കയ്യിൽ നിന്നും പോയി. മര്യാദക്ക് ഞങ്ങളെ പുറത്തുവിട്. ഹേയ്, നമ്മൾ ഇത് എവിടെയാ? ഒരു കേഴ്സിന്റെ വയറ്റിനുള്ളിലാണ്. ഇതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഹേയ്, അത് നമ്മളെ വിഴുങ്ങിയെന്നാണോ നീ പറയുന്നത്? അതെ, നിന്നെ രക്ഷിക്കാൻ നിനക്ക് നിന്റെ കേഴ്സ് ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? റീക്ക എപ്പോഴാ വരികയെന്ന് എനിക്കറിയില്ല. അതിവിടെ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? സമയം ഇരുട്ടാകുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആള് വരും, പക്ഷെ അതെനിക്ക് ഒരുപാട് നാണക്കേടാണ് എന്ന് മാക്കി പറയുന്ന സമയത്താണ് ആ 2 കുട്ടികളെ അതിനകത്ത് അവർ കാണുന്നത്. ആ കേഴ്സ് കിഡ്നാപ്പ് ചെയ്ത 2 കുട്ടികളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, അത് ജീവനോടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്ന് ഗോജോ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർ ജീവനോടെ ഇരിക്കുന്നത് കണ്ട് യൂട്ടക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നീ സൂക്ഷിച്ചു നോക്ക്, ആ കേഴ്സ് ഓൾറെഡി ഒരാളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും അവർ 2 പേരും മരിച്ചു പോകും. നോവേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സഹായം വരുന്നത് വരെ ഇവിടെ ഇരിക്കേണ്ടി വരും എന്ന് അവൾ പറഞ്ഞതും അവൾ താഴെ വീഴുന്നു. ഹേയ് സെനിൻ, എന്ത് പറ്റി എന്ന് പറഞ്ഞവൻ കാലിലോട്ട് നോക്കുന്ന സമയത്താണ് അവളുടെ കാലിൽ ആ കേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത്. അവരും മരിച്ചുപോയോ? ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുക മിസ്റ്റർ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ടത്. ഹേയ് ഒക്കട്സു, നീ എന്തിനാ ജുജുത്സു ടെക്കിലോട്ട് വന്നേ? പറ, നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇനിയും ആരെയും ഉപദ്രവിക്കരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ എന്നെ തന്നെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ട് ഇല്ലാതാകണമെന്നാ വിചാരിച്ച്. എന്നാ ഞാൻ അവിടെ ഒറ്റക്കാവുമെന്ന് പറഞ്ഞു. അതെനിക്കൊരു കുഴപ്പമായിരുന്നില്ല. എനിക്ക് ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ആരോട് ഇടപഴകുന്നത് ഇഷ്ടമല്ല, ഓരോരുത്തർ എന്നെ നോക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നെ ആരും മനസ്സിലാക്കിയതേയില്ല. അങ്ങനെയെങ്കിൽ
നീ അത് പഠിക്കണം. നിന്റെ കൂടെയുള്ള ആ കേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നീ പഠിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നീ നിന്നെ വിശ്വസിക്കൂ, നിന്റെ ഫ്രണ്ട്സ് നിന്നെ വിശ്വസിക്കൂ. അത് പഠിക്കാനുള്ള സ്ഥലമാണ് ജിജിറ്റ്സു ടെക്. അതിനുവേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് മാക്കി അവനോട് പറയുന്നു. ഇത് കേട്ടതും യൂട്ട തന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ റിംഗ് അങ്ങ് പൊട്ടിക്കുന്നു. റീക്ക, എനിക്ക് നിന്റെ ശക്തി വേണം എന്ന് പറഞ്ഞ് അവൻ ആ റിംഗ് എടുത്തിടുന്നു. പെട്ടെന്നാണ് ആ കേഴ്സിന്റെ അകത്ത് നിന്നും റീക്ക പുറത്തോട്ട് വരുന്നത്. ആ കേഴ്സിന്റെ തലയങ്ങ് എടുത്ത് ഒറ്റേർ അങ്ങ് എറിയുന്നു. അമേസിംഗ്. ഇതാണ് ഓറിമോട്ടോ റീക്ക, ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിന്റെ യഥാർത്ഥ മുഖം. ഭയങ്കരം തന്നെ. എന്ന് പറഞ്ഞ ആ കേഴ്സിനെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ് റീക്ക. ഇതേ സമയം അവരെ 3 പേരെ എടുത്തുകൊണ്ട് യൂട്ട പുറത്തോട്ട് വരുന്നു. എന്നാൽ അവരുടെ 3 പേരുടെയും ഭാരം കാരണം അവന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇല്ല, ഞാൻ താഴെ വീഴില്ല. കുറച്ചുകൂടെ, ഇനിയും കുറച്ചുകൂടെ. ഞാൻ തീർച്ചയായും മാറിയേ പറ്റൂ. നിന്നെ കൊണ്ട് അത് സാധിക്കും യൂട്ട എന്ന് റീക്ക പറയുന്നത് പോലെ അവന് തോന്നുന്നു. എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞവൻ പുറത്തോട്ട് വരുന്നു. വെൽക്കം ബാക്ക്. നീ അത് ചെയ്തു എന്ന് ഗോജ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരെ 3 പേരെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നതാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരോക്കെയാണ്. ഇത് കേട്ട് യൂട്ടക്ക് സന്തോഷമാകുന്നു. പക്ഷെ അപ്പോഴും അവൻ എന്തോ സങ്കടമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി റീക്കയെ കൊണ്ടുവരുന്നത്. ഓ, അത് നല്ല കാര്യമല്ലേ എന്ന് ഗോജ അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഒരു കുട്ടി അതുവഴി പോകുന്നത് അവൻ കാണുന്നത്. പണ്ട് അവൻ ഹോസ്പിറ്റലായിരുന്ന സമയത്താണ് റീക്കയെ ആദ്യമായി കാണുന്നത്. പിന്നീട് അവർ പിരിയാൻ സാധിക്കാത്ത ഫ്രണ്ട്സ് ആയി മാറി. നമ്മൾ 2 പേരും വലിയവരായതിനു ശേഷം നമുക്ക് കല്യാണം കഴിക്കാം. തീർച്ചയായിട്ടും നമ്മൾ 2 പേരും ലൈഫ് ലോങ് ഹാപ്പിയായി ഒരുമിച്ച് ജീവിക്കും. പ്രോമിസ്. ഹേയ്, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ എന്തോ ആലോചിച്ചതാ. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് റീക്ക എനിക്കൊരു കേഴ്സ് അല്ല, ഞാനാണ് അവൾക്കൊരു കേഴ്സ് ആയിട്ട് ജീവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം ഒരു പക്ഷെ അതിനൊരു കാരണമായിരിക്കാം. സാർ, ജുജുട്സു ടെക്കിൽ വെച്ച് എന്റെ ഉള്ളിലിരിക്കുന്ന കേഴ്സ് ആയിട്ടുള്ള റീക്കയെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവാണ് എന്ന് യൂട്ട അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് രാവിലെ ആ പ്രശ്നം നടന്ന സ്കൂളാണ്. അങ്ങോട്ട് ഒരാൾ വരുന്നു. ഒരു സ്പെഷ്യൽ ഗ്രേഡ് സ്പിരിറ്റ് റീക്ക ആരിമോട്ടോ 422 സെക്കൻഡ്സിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് ഒക്കട്സുനെ ഞങ്ങൾ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇതിനെന്തെങ്കിലും കാരണം പറയാനുണ്ടോ സത്തറോ ഗോജോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഹേയ്, നീ ഇതൊരു കുട്ടിക്കളിയായിട്ടാണോ എടുത്തിരിക്കുന്നത്? റീക്ക എങ്ങാനും ആക്രമണം തുടർന്നിരുന്നെങ്കിൽ ആ സിറ്റി തന്നെ ഇല്ലാതായനെ. അങ്ങനെയൊന്നും ഉണ്ടായാൽ അത് തടയാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ കേഴ്സിനെ വിശേഷിപ്പിക്കാൻ എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ. എനിക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ല. അവൾ സോസറർ ഫാമിലിയിൽ പെട്ടതല്ല. പിന്നെ എങ്ങനെയാ അവൾ അത്രയും വലിയൊരു കേഴ്സായി മാറിയത്? നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് കരുതി അത് ഞാൻ അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് കുറച്ച് സമയം വേണം. ഒക്കട്സുന്റെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചതാണെന്ന് നീ ഒരിക്കലും മറക്കരുത്. ഒരു കാര്യം നിങ്ങളും മറക്കണ്ട, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഒക്കട്സുന്റെ കൂടെ ചേരും എന്ന് പറഞ്ഞ് ഗോജോ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർ 3 പേരും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മാക്കിയെയും ഹിനുമാക്കിയെയും പോലെ യൂട്ടക്ക് ഓടാൻ സാധിക്കുന്നില്ല. പക്ഷെ അവൻ അവന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഗോജോ അവനെ ഒരു സ്പെഷ്യൽ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. റീക്കയെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേഴ്സിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് ബ്രേക്ക് ചെയ്യുന്നത് അതിനേക്കാൾ കഷ്ടമാണ്. കേഴ്സ് ബാധിച്ച 10,000-കണക്കിന് കെട്ടുകളായിട്ടുള്ള എനർജീസിനെ ഓരോന്നോരോന്നായി അഴിക്കണം. ഇതുവരെ നീ ഉപയോഗിക്കാത്ത ഒന്നാണ് ഇന്ന് നീ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ അവനൊരു സോഡ് കൊടുക്കുവാണ് ഗോജോ. പവർഫുൾ ആയിട്ടുള്ള കേഴ്സ് ഒരു വെപ്പന്റെ അകത്താണെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. നീ ഇട്ടിരിക്കുന്ന ആ റിംഗ് ആണ് നീയും റീക്കയും തമ്മിലുള്ള കണക്ഷൻ. സോ ആ റിങ്ങിനകത്തുള്ള റീക്കയെ നീ ഈ സോഡിലോട്ട് കൊണ്ടുവരണം. നിനക്ക് പറ്റുന്നത് പോലെയെല്ലാം നീ അതിന് ശ്രമിക്കണം. എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നോ അപ്പോഴൊക്കെ നീ ആ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അവസാനം നിനക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ 2 പേരും ഫ്രീ ആയിരിക്കും. ആ കേഴ്സിനെ ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവരണമെന്നാണോ പറയുന്നത്? അത് മാത്രം പോരാ, ഈ സോഡ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് നീ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ അവന്റെ ട്രെയിനിങ് മാക്കിക്ക് വിട്ടുകൊടുക്കുവാണ് ഗോജോ. സോഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മാക്കി അവനെ പഠിപ്പിക്കുന്നു. പെട്ടെന്നാണ് ഗോജോ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട് യൂട്ട തിരിഞ്ഞു നോക്കിയതും മാക്കി അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഹേയ്, ശ്രദ്ധ എപ്പോഴും ഇവിടെ ആയിരിക്കണം.
ശരി, ഒന്നുകൂടെ തുടങ്ങാം. എന്നെ എതിർത്ത് നിനക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് വീണ്ടും അവർ ട്രെയിനിങ് ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഇത് ചെയ്തേ പറ്റൂ. റീക്കയുടെ കേഴ്സിനെ ഞാൻ ബ്രേക്ക് ചെയ്തേ പറ്റൂ. യൂട്ട ജുജുട്സു ടെക്കിലോട്ട് വന്നിട്ട് 3 മാസമായിരിക്കുന്നു. ഇപ്പൊ അവന്റെ കഴിവ് ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കുന്നു. ശരിയാണ്, അവൻ ഒരു കാര്യം പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അവന്റെ കൂടെയുള്ള ഫൈറ്റ് മാക്കി ഒരുപാട് എൻജോയ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇതുവരെ ഒരു വെപ്പൺ ഉപയോഗിച്ച് അവൾ ഇത്രയും എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത്? യൂട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പാണ്ഡ അവനെ അങ്ങോട്ട് വിളിക്കുന്നു. യൂട്ടോ, നിനക്ക് എങ്ങനത്തെ ഗേൾസിനെയാണ് ഇഷ്ടം? ഞാൻ അതുപോലെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാലും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമാ. മാക്കി, നിനക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. ഞാനത് കണ്ടുപിടിച്ചു. സോ മാക്കിയും യൂട്ടയും സെറ്റ് ആയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്ന് പാണ്ഡ മാക്കിയോട് പറയുന്നു. ഡേയ്, ഇനി ഒരു പ്രാവശ്യം ഇതും പറഞ്ഞ് എന്റെ മുന്നിലോട്ട് വന്ന പാണ്ഡയാണെന്നൊന്നും നോക്കൂല, വെട്ടി നുറുക്കി ഗ്രിൽ അടിക്കും നിന്നെ. എന്ന് ഇതൊന്നും കണ്ട് യൂട്ടയ്ക്ക് മനസ്സിലാകുന്നില്ല. ഹേയ്, എന്താ അവിടെ നടക്കുന്നേ കെൽപ്പ് എന്ന് ഹീനമാക്കി അവനോട് പറയുന്നു. എന്ന് ഇത്രയും കാലമായിട്ട് ഹീനമാക്കിയെ മനസ്സിലാക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഹേയ് ഇനുമാക്കി, നിനക്ക് പറ്റിയൊരു കേഴ്സ് ഉണ്ട്, പെട്ടെന്ന് അതിന്റെ കാര്യം തീർത്തേക്ക് എന്ന് പറഞ്ഞ് ഗോജ അങ്ങോട്ട് വരുന്നു. സാൽമൺ എന്ന് ഇത് കേട്ടിട്ട് യൂട്ടയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹേയ്, ഇനുമാക്കി മാത്രമാണ് ഇവിടെ ഫസ്റ്റ് ഗ്രേഡിൽ ഇരിക്കുന്ന ഗ്രേഡ് 2 മെമ്പർ. അതുകൊണ്ട് അവന്റെ തീരുമാനങ്ങൾ അവനെ തന്നെ എടുക്കാൻ സാധിക്കും. ഇത് നല്ല കാര്യമാണല്ലോ. ഡേയ്, നീ സ്പെഷ്യൽ ഗ്രേഡ് അല്ലേ? ശരി, നീയും അവന്റെ കൂടെ പോ യൂട്ടാ, അവനെ സഹായിക്കുക. അതിൽ നിന്ന് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ജുജുട്സുൽ എന്തൊക്കെയുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ മെമ്പേഴ്സിനും ഓരോരോ കേഴ്സ് ഉണ്ട്. ഹിനുമാക്കി സംസാരിക്കുന്നത് നീ കേട്ടതല്ലേ? അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അവന്റെ അടുത്ത് നിന്നും അത് പഠിക്കാൻ ശ്രമിക്കുക. ഒരു കേഴ്സിനെ നീ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഗോജ അവനോട് പറയുന്നു. അങ്ങനെ ഹിനുമാക്കിയുടെ കൂടെ അവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഗോജ അവനോടൊരു കാര്യം പറയുന്നു. യൂട്ടാ, നീ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഹീനുമാക്കി നോക്കിക്കോളും. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഒരിക്കലും റീക്കയെ പുറത്തു കൊണ്ടുവരരുത്. കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ അവൾ തിരിച്ചു പോകണമെന്നില്ല. ആവശ്യമെങ്കിൽ സ്വാഡിലൂടെ മാത്രം അവളുടെ ശക്തി പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയും അവളെ മുഴുവനായി പുറത്തു കൊണ്ടുവന്നാൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് യൂട്ടയെ പറഞ്ഞയക്കുവാണ് ഗോജോ.